നമ്മൾ കുട്ടികൾക്ക് ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അല്ലെങ്കിൽ അവരോട് തന്നെ പറയും ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആണ്. മൺഡേ ഇത് പഠിക്കണം, ഇത്ര സമയത്ത് ബ്രേക്ക്, റിവിഷൻ ഇത്ര സമയത്തിൽ ചെയ്ത് തീർക്കണം, ഒക്കെ വളരെ നീറ്റ്ലി ഡിസ്ക്രൈബ്ഡ് ആണ്. ബട്ട് വെരി ഓഫൻ വി സീ ദാറ്റ് ദേ ഫെയിൽ ടു കീപ്പ് അപ്പ് വിത്ത് ദിസ് വിത്തിൻ വെരി ഫ്യൂ ഡേയ്സ്. അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റാറേയില്ല, പിന്നെ എല്ലാം തോന്നിയ പൊടിയാ പോകുന്നത്. സോ ഇതുപോലത്തെ ഒരു ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ലേണിംഗ് സിസ്റ്റം, അതായത് ടൈം ടേബിൾ വെച്ച് പഠിക്കുക എന്നുള്ളത് തിയറിയിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നും. പക്ഷേ എന്നാൽ ഇത് പല കുട്ടികൾക്കും ഇത് ഹെൽപ്പ് ആവാതെ പോകുന്നുണ്ട്. സോ ഡോണ്ട് വറി, ദർ ഇസ് എ ബെറ്റർ ആൾട്ടർനേറ്റീവ് ഫോർ ദിസ്. ഒരു ഷെഡ്യൂൾ വെച്ച് പഠിക്കാതെ തന്നെ നമുക്ക് കൺസിസ്റ്റൻറ്റ് ലേണിംഗ് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിങ് എക്സാക്ട്ലി ദാറ്റ്. ഹായ്, മൈ നെയിം ഇസ് ഹരി. ഐ എം എ ടീച്ചർ ആൻഡ് ലേണിംഗ് സ്ട്രാറ്റജിസ്റ്റ്. I try my best to help parents understand how to support their kids better for consistent learning. പല പാരൻസും വിശ്വസിക്കുന്നത് ഒരു അക്കാഡമിക് സക്സസ്സിന് വേണ്ടി നമ്മൾ ഒരു റൂട്ടീൻ വെച്ച് പഠിക്കണം, അവരെങ്കിലും ഫിക്സ്ഡ് ഷെഡ്യൂൾ ഇരുന്ന് ഫോളോ ചെയ്ത് പഠിച്ചാലാണ് അക്കാഡമിക് സക്സസ് വരിക എന്നുള്ള. യെസ്, ഇറ്റ് ഇസ് ട്രൂ, പല കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും. But it is not useful for a lot of kids. And why doesn't this work for everybody? The answer is very obvious. It's because everybody is different. നമ്മൾ കുട്ടികളെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പലർക്കും എനർജി ലെവൽസ് ഭയങ്കര ഡിഫറെൻറ്റാണ്, അവരുടെ അറ്റൻഷൻ സ്പാൻ ഭയങ്കര ഡിഫറെൻ്റ്, അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഡിഫറെൻ്റ് ആണ്, ഓർ ഈവൻ ഒരു ദിവസത്തിൻ്റെ ഏത് സമയത്താണ് അവർ പഠിക്കുന്നത് എന്നുള്ളത് വരെ ഭയങ്കര ഡിഫറെൻ്റ് ആകും. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഷെഡ്യൂളിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതുപോലത്തെ വേരിയേഷൻസ് ഒന്നും അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഒരു ഫിക്സ്ഡ് ഷെഡ്യൂളിനില്ല. ഇറ്റ് ക്രിയേറ്റ് സം റിജിഡിറ്റി. ആൻഡ് കുട്ടികൾക്ക് എന്തായാലും സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ കുറേ പ്രഷറുണ്ട്. അതിൻ്റെ മേലെ കൂടെ ഒരു ആവശ്യമില്ലാത്തൊരു പ്രഷറും കൂടെ ഇങ്ങനൊരു ഫിക്സ്ഡ് ഷെഡ്യൂൾ വെക്കുന്നത് കൊണ്ട് വരും. ലെറ്റ്സ് ടേക്ക് ഫ്യൂ എക്സാമ്പിൾസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ബെറ്റർ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് എനർജി ലെവൽസ്. ചില കുട്ടികൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഭയങ്കര ആക്റ്റീവാണ്. അവർ എണീറ്റ് വരുമ്പോൾ തന്നെ അവരുടെ ഡേ സ്റ്റാർട്ടായി. ദേ ആർ വെരി ഗുഡ് വിത്ത് ഫോക്കസ്. ദേ ക്യാൻ ഗ്രാസ്പ് ദി കോൺസെപ്റ്റ്സ് വെരി ഫാസ്റ്റ്. അപ്പം അങ്ങനെ രാവിലെ എണീറ്റ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് രാത്രിത്തെ ഷെഡ്യൂൾ വർക്കൗട്ട് ആവില്ല. സിമിലർലി ചില കുട്ടികൾ രാത്രി ഭയങ്കര ആക്റ്റീവാണ്, രാവിലെ അവർ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ സിസ്റ്റം ഒന്ന് റീബൂട്ടായി വരാൻ തന്നെ കുറച്ച് സമയം എടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ഒരു ഫിക്സ്ഡ് ഷെഡ്യൂൾ മൈറ്റ് വാണ്ട് ദ കിഡ് ടു സ്റ്റഡി അറ്റ് ദ റോങ് ടൈം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. രാവിലെ പഠിക്കുന്ന ഒരു കുട്ടിയെടുത്ത് ചിലപ്പോൾ രാത്രി പഠിക്കാൻ ആവശ്യപ്പെട്ടേക്കാം, അല്ലെങ്കിൽ തിരിച്ചും. ദ സെക്കൻഡ് എക്സാമ്പിൾ വി ക്യാൻ ടേക്ക് ഇസ് ഓഫ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. അപ്പം കുട്ടികൾക്ക് ചില സബ്ജക്ട്സിനോട് നമുക്കറിയാലോ, ചില സബ്ജക്ട്സിനാണ് അവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്, ചിലത് അവർക്ക് പഠിക്കാനേ താല്പര്യമില്ല. അപ്പം ഒരു ഫിക്സ്ഡ് ഷെഡ്യൂളിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്ട്സിനെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യും. അപ്പോൾ അയാൾക്ക് മാത്ത് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എത്ര നേരം വേണമെങ്കിലും ചെയ്തോളും. പക്ഷേ സോഷ്യൽ സ്റ്റഡീസ് അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഫിക്സ്ഡ് ഷെഡ്യൂൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാത്തിനെയും സോഷ്യലിനെയും ഒക്കെ ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും ഒരേ ടൈം ഫ്രെയിമിൽ പഠിക്കാൻ പറയും. മാത്ത് 1 മണിക്കൂർ പഠിക്കാൻ പറയും, സോഷ്യൽ 1 മണിക്കൂർ പഠിക്കാൻ പറയും. പക്ഷേ ആ കുട്ടിക്ക് സോഷ്യൽ ചിലപ്പോൾ അത്രയും പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. മേ ബി ഹി ഓൺലി ലൈക്സ് ടു സ്പെൻഡ് അബൌട്ട് 20-30 minutes. So that also might create some resistance or procrastination, push ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. Another issue is the attention span. ചിലവർക്ക് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് പഠിക്കുന്നതിൽ പ്രശ്നമില്ല. ചിലവർക്ക് അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്. ചിലവർക്ക് 20 minutes, ചിലവർക്ക് 10 minutes. അപ്പോൾ ഈ അറ്റൻഷൻ സ്പാനിലുള്ള ആ ഒരു പ്രോബ്ലംസ് ഒന്നും ഫിക്സ്ഡ് ഷെഡ്യൂളിൽ സോർട്ടഡ് അല്ല. അപ്പം ഈ കുട്ടിക്ക് 1 മണിക്കൂറൊക്കെ ടൈമിന് മുന്നേ 1 മണിക്കൂറൊക്കെ ഒരു ബുക്കിന് മുന്നേ സ്പെൻഡ് ചെയ്താലും എഫക്റ്റീവ് സ്റ്റഡി നടക്കുന്നത് ചിലപ്പോൾ ഒരു 20 minutes ആവശ്യമുള്ളൂ. ബാക്കി 40 minutes വേസ്റ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ബ്രേക്ക് ദ ടൈം ടു 20 minutes സ്ലോട്ട്സ്. അങ്ങനെ 3 20 minutes എനിക്ക് അടുപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ബ്രേക്കിന് ആവശ്യം കിട്ടിക്കഴിഞ്ഞാൽ, ദി എഫക്റ്റീവ് സ്റ്റഡി ടൈം ഇസ് 60 minutes. അല്ലാതെ 1 മണിക്കൂർ ഇരുന്നിട്ട് 20 minutes എഫക്റ്റീവ് ടൈമിലേക്കുള്ളൊരു സിറ്റുവേഷൻ അല്ല അവിടെ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും? ഒരു ഫിക്സ്ഡ് ഷെഡ്യൂൾ അല്ല വേണ്ടതെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സോ ദ കീ ഹിയർ ഇസ് ഫ്ലെക്സിബിലിറ്റി. അവരുടെ ഇഷ്ടത്തിന് വിടാൻ പറ്റണം. അവർ കുറച്ചും കൂടെ ഒരു ഫ്രീഡം കിട്ടിയാലാണ് അവർക്ക് പ്രൊഡക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ് ഇൻട്രൊഡ്യൂസ് എ ട്രാക്കർ ഇൻസ്റ്റെഡ് ഓഫ് എ ഷെഡ്യൂളർ. ഒരു ട്രാക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്ലിയർലി ഹൈലൈറ്റ്സ് വാട്ട് ഇസ് ഡൺ ആൻഡ് വാട്ട് ഇസ് നോട്ട് ഡൺ. ഒരു ഡേ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡേ വി ഡിഫൈൻ ദ തിങ്സ് ടു ബി കംപ്ലീറ്റഡ് ബൈ ദി എൻഡ് ഓഫ് ദ ഡേ. അപ്പോൾ ഒരു കുട്ടി നമുക്കത് ചെയ്യാനുള്ളൊരു പെർമിഷൻ കുട്ടി തരുന്നില്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. ലെറ്റ് ഹിം പ്രിപ്പയർ ലിസ്റ്റ് ഓഫ് ടാസ്ക് ടു ബി കംപ്ലീറ്റഡ് ഫോർ ദാറ്റ് ഡേ.
അപ്പോൾ ഈ ട്രാക്കറിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ ഇതിലേക്ക് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് പ്ലീസ് ഡു നോട്ട് എക്സ്പെക്ട് ദ ട്രാക്കർ ടു വർക്ക് ലൈക്ക് മാജിക് ആൻഡ് ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ചേഞ്ചസ് ഫ്രം ഡേ വൺ. അങ്ങനെയല്ല ഒരു ട്രാക്കറിൻ്റെ ഉദ്ദേശവും അതല്ല. ട്രാക്കർ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ലേണിംഗ് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളായിട്ടാണ് നമ്മൾ അതിനെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ നമ്മൾ ട്രാക്കർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആസ് ദ ഡേ പ്രോഗ്രസ്സസ് we keep track or we keep recording the changes that is happening. അപ്പം പറഞ്ഞേക്കുന്ന ടാസ്ക് ABC കംപ്ലീറ്റ് ആവുന്നുണ്ട്, D കംപ്ലീറ്റ് ആയില്ല. നെക്സ്റ്റ് ഡേ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും ABC കംപ്ലീറ്റ് ആവുന്നുണ്ട്, D കംപ്ലീറ്റ് ആവുന്നില്ല, ഓർ ഡിലേഡ് ആവുന്നുണ്ട്. ദെൻ വി സ്റ്റാർട്ട് ടു ഐഡൻറ്റിഫൈ എ പാറ്റേൺ. ഓക്കെ, ഈ കുട്ടി ഈ ഒരു സബ്ജക്റ്റിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഇതിനെ പുഷ് ചെയ്ത് വിടുന്നുണ്ട്, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, മറ്റ് സബ്ജക്ട്സിലൊക്കെ ഇൻട്രസ്റ്റുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡേറ്റ ഒക്കെ പാരൻസിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ടീച്ചർ ഓൾസോ. ആ കുട്ടി വീട്ടിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൾ പഠിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം പാരൻസിന് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. യെസ്, ആൾ പഠിക്കാറുണ്ട്, പക്ഷെ മാം ഞാൻ നോട്ടീസ് ചെയ്തത് ഈ പറഞ്ഞ സബ്ജക്ട്സിൽ അയാൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്, ഇതിനകത്ത് ഇൻട്രസ്റ്റ് കുറവാണ്, ഇതിൽ ഇത്ര ടൈമേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ, ഇതിൽ ഇത്ര എഫേർട്സ് എടുക്കുന്നുണ്ട്. സോ ദീസ് കൈൻഡ് ഓഫ് ട്രാക്കേഴ്സ് വിൽ ഹെൽപ്പ് എ ബെറ്റർ ലേണിംഗ് സിസ്റ്റം. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ഇത്ര നേരം പഠിക്കുക എന്നുള്ളതല്ല, പഠിക്കുക എന്നുള്ളതാണ്. ദി idea is for the learning to happen, not just the act of sitting in front of a book and trying for studying. അതല്ല ആവശ്യം. നമുക്ക് ആക്ച്വൽ സ്റ്റഡി അവിടെ നടക്കണം. അതിന് ഒരു ഷെഡ്യൂളർ ഉപയോഗിക്കുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് ട്രാക്കർ. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ടു ബി വെരി കോംപ്ലെക്സ്. ഒരു വലിയ ടെംപ്ലേറ്റ് ഒന്നും അതിന് ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡേറ്റും ചെയ്യാനുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം പാരൻസിന് ചെയ്താൽ മതി. So I would suggest you start with a tracker for 1 week. എന്നിട്ട് ചെറിയ റീഅഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി ഒരു പുതിയ ട്രാക്കർ നെക്സ്റ്റ് വീക്കിലേക്ക് കൊണ്ടുവരും. Please try it out and please let me know in the comment how it has helped your child with their learning. If you found this video very useful, please also share it with other parents who are struggling with the same issue. And for more videos related to learning habits and building systems for learning, please consider subscribing this channel. And if you really like this video, please give it a thumbs up. It's a very bright day today, and I wish you all a very good day. I'll see you all in the next video. Thank you.